വിഡ്ഢിയായ സിംഹം. പണ്ടൊരിക്കൽ വിശന്നു വലഞ്ഞ ഒരു സിംഹം ഇരയന്വേഷിച്ച് വനത്തിലൂടെ അലഞ്ഞു തിരിയുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മുയൽ ഉറങ്ങുന്നത് അവൻ കണ്ടു. അവന് സന്തോഷമായി. അതിനെ കൊല്ലുവാൻ അവൻ കൈ ഓങ്ങി. ആ സമയത്താണ് അതുവഴിയെ ഒരു മാൻ വരുന്നത്. സിംഹം അതിനെ കണ്ടു. അവൻ ചിന്തിച്ചു, മാനിൻ്റെ മാംസം മുയലിൻ്റെ മാംസത്തിനേക്കാൾ രുചിയേറിയതാണ്. മാത്രമല്ല, കൃശഗാത്രനായ വളരെ ചെറിയ ശരീരത്തോട് മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ഈ മുയലിനേക്കാൾ വലിയ മൃഗമാണ് മാൻ. അതിന് എൻ്റെ വയറ് നിറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ചിന്തിച്ച് അവൻ മുയലിനെ വിട്ട് മാനിൻ്റെ പിന്നാലെ പാഞ്ഞു. സിംഹത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ശബ്ദം കേട്ട് മുയൽ ഉണരുകയും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സിംഹം വളരെ വേഗതയിലാണ് ഓടിയതെങ്കിലും മാൻ അതിനേക്കാൾ വേഗത്തിൽ ഓടുകയും വളരെ പെട്ടെന്ന് തന്നെ അകലെ മറയുകയും ചെയ്തു. അത്യധികം നിരാശനായ സിംഹം ഒടുവിൽ മുയൽ ഉറങ്ങുകയായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. എന്നാൽ അവൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരിടത്തും മുയലിൻ്റെ അടയാളമേ ഉണ്ടായിരുന്നില്ല. താൻ എത്രമാത്രം വിഡ്ഢിയായി പോയി എന്ന് സിംഹത്തിന് മനസ്സിലായി. അവൻ്റെ പിതാവ് പലപ്പോഴും പറയാറുള്ള പഴഞ്ചൊല്ല് അവൻ ഓർത്തു. മരക്കൊമ്പിലിരിക്കുന്ന 2 കിളികളേക്കാൾ കയ്യിലിരിക്കുന്ന ഒരു കിളിയാണ് നല്ലത്. കയ്യിലിരുന്നതും പോയി, കടിച്ചതു പോയി, പിടിച്ചതും പോയി, എല്ലാം പോയി. നമ്മളും ഇതുപോലെയാണ് ചിന്തിക്കേണ്ടത്. എന്താണ്? നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൻ്റെ മഹത്വം അറിയുക, അത് ഉപയോഗിക്കുക, അതിനെ വികസിപ്പിക്കുക, എല്ലാം ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലുള്ള കഴിവിനെ വികസിപ്പിക്കുകയും അതിനെ ഉപയോഗിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളതിനെ സംരക്ഷിക്കുക. എന്നാലേ നമുക്ക് നേട്ടമുണ്ടാകൂ. ഇല്ലെങ്കിൽ വിഡ്ഢിയായ സിംഹത്തിനെ പോലെ തന്നെ നമുക്കും എല്ലാം നഷ്ടപ്പെടും. കയ്യിലുള്ളതും നഷ്ടപ്പെടും, പുറമെ നമ്മൾ കണ്ടു മോഹിച്ചതും എല്ലാം നഷ്ടപ്പെടും. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മിന്നി തിളങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ പൊന്നോ രത്നമോ സ്വർണമോ അല്ല. അപ്പോൾ ഈ ഒരു തത്വം ആണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ചേച്ചി വിചാരിക്കുന്നു. ഈ കഥയിലെ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു നിധി കിട്ടുന്നതും, അതുപോലെ ഈ നിധി കാരണം അദ്ദേഹം രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് അവരെ മടിയന്മാരാക്കുകയും അങ്ങനെ പിന്നെ മറ്റു രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തെ കൈയടക്കാൻ തുടങ്ങുകയും പിന്നീട് തുടർന്ന് മന്ത്രിയുടെ ഒരു ഇതേപോലെയുള്ളൊരു ഉദാഹരണ കാഴ്ച മന്ത്രി കാണിച്ചു കൊടുക്കുകയും ആ തത്വത്തിലൂടെ പിന്നെ കാഴ്ചയിലൂടെ രാജാവിൻ്റെ മനം മാറുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു തരം കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് ഒരു അനുഭവം, കുറച്ച് പ്രാവുകളുടെ അനുഭവം, ദുരിത അനുഭവം മന്ത്രി കാണിച്ചു കൊടുക്കുകയാണ് ഒരു കഥയായിട്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം രാജാവിൻ്റെ മനസ്സിന് മാറ്റം വരികയും മടിയന്മാരായി ആളുകളെ ഇരുത്താതെ എല്ലാം സൗജന്യമായി കൊടുക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് ആളുകളെ പണിയെടുപ്പിക്കുന്നവരായി തീർക്കുകയും ചെയ്തു. ഇതാണ് പറയാതെ പറഞ്ഞ ആ കാര്യം. അപ്പോൾ പറയാതെ പറയുക എന്നാണ് അർത്ഥം ഇവിടെ, ആ പാഠത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. അപ്പം നമുക്കിനി കഥ വായിക്കാം. അപ്പോൾ എല്ലാവരും ആ കഥ എടുത്തു വയ്ക്കുക. ആദ്യം ഫസ്റ്റ് പേജ് വായിക്കുന്നു, പിന്നീട് സെക്കൻഡ് പേജിലെ കുറച്ച് ഭാഗങ്ങളായിട്ട് വായിച്ചു തരുന്നു. എല്ലാവരും ആ പാഠഭാഗം എടുത്തു തന്നെ ഇരിക്കുക. ഒന്നാമത്തെ പാരഗ്രാഫ് പാഠം തുടങ്ങുന്നത് നോക്കുക. ഏക്ക് റിയാസത്ത് ധി, ഒരു റിയാസത്ത് ഉണ്ടായിരുന്നു. റിയാസത്ത് എന്ന് പറഞ്ഞാൽ ഭൂസ്വത്ത്, അതായത് കുറച്ച് ഭൂമി, എസ്റ്റേറ്റ് പോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമി, കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. നാം ധ കഞ്ചൻഗഡ്, അതിൻ്റെ പേരെന്തായിരുന്നു?
കഞ്ചൻഗഡ് എന്നാണ്. ഗഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രദേശം എന്ന് അർത്ഥാക്കണത്. കഞ്ചൻ എന്ന് പറഞ്ഞാൽ കാഞ്ചനം, സ്വർണമാണ്. നമ്മൾ മലയാളത്തിൽ കാഞ്ചനം എന്ന് പറയും. അതുപോലെ ആണ് ഹിന്ദിയിൽ കഞ്ചൻ, അപ്പോൾ സ്വർണമാണ്. അപ്പോൾ സ്വർണ പ്രദേശം അത് തന്നെയാണ്. അത് സ്വർണ്ണ നഗരി എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണ കൊട്ടാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ അതിൻ്റെ പേര് ഇങ്ങനെയാണ്, കഞ്ചൻഗഡ്. സ്വർണ്ണ പ്രദേശം എന്ന അർത്ഥം വരുന്ന ഒരു പേരാണ് അതിനുള്ളത്. കഞ്ചൻഗഡ് മേം ബഹുത് ഗരീബി ഥി. എന്നാൽ ഇതിൻ്റെ പേരിൽ സ്വർണം എന്നുണ്ടെങ്കിൽ കൂടിയും അത് വളരെ ദരിദ്രമായൊരു രാജ്യമായിരുന്നു. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. കഞ്ചൻഗഡില് വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. പേരിൽ മാത്രമേ സ്വത്തുള്ളൂ എന്നർത്ഥം. പിന്നെയോ ചാരോം ഓർ ബുഖ് മരീധി. നാലുപാടും, ആ രാജ്യത്തിലെ നാലുപാടും, അതായത് എല്ലാ ജനങ്ങളും, സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ബുഖ് മരി ഉണ്ടായിരുന്നു. എന്താ ബുഖ് മരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ക്ഷാമം. നാലുപാടും ഭക്ഷണത്തിന് ക്ഷാമം, വസ്ത്രത്തിന് ക്ഷാമം, വെള്ളത്തിന് ക്ഷാമം, ഇങ്ങനെയല്ല എല്ലാ കാര്യങ്ങൾക്കും ക്ഷാമമായിരുന്നു. അത് അവരുടെ ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. അവിടുത്തെ ദാരിദ്ര്യത്തെ കാണിക്കുകയാണ്. അവിടെ എല്ലാറ്റിനും ക്ഷാമമായിരുന്നു. കഞ്ചൻഗഡ് കെ രാജ കഞ്ചൻ ദേവ്. കഞ്ചൻഗഡിലെ രാജാവായിരുന്നു, അദ്ദേഹത്തിന്റെ പേരിലും സ്വർണം എന്ന വാക്കുണ്ട് അല്ലേ. കഞ്ചൻ ദേവ്, സ്വർണ ദേവൻ എന്ന പേര് തന്നെയായിരുന്നു അദ്ദേഹത്തിന്. സ്വർണം എന്ന പേര് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. കഞ്ചൻ ദേവ് അപ്പനി റിയാസത്ത്ക്ക്, തൻ്റെ ഈ ഭൂമിയുടെ, തൻ്റെ ഈ രാജ്യത്തിൻ്റെ ഐസി ഹാലത്ത് കോ ദേക്കർ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടിട്ട്, തൻ്റെ രാജ്യം ഇങ്ങനെ ദാരിദ്ര്യവും ക്ഷാമവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ള അവസ്ഥ കണ്ടിട്ട് ബഹുത് ദുഃഖിതേ, വളരെയധികം ദുഃഖിതനായിരുന്നു. തൻ്റെ അദ്ദേഹത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം മനഃപൂർവ്വം അദ്ദേഹത്തിന് ഒരു ദാരിദ്ര്യം വരുത്തി വെച്ചതല്ല, ജനങ്ങൾക്ക് വരുത്തി വെച്ചതല്ല. ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. കഞ്ചൻഗഡിലെ രാജാവായിട്ടുള്ള കഞ്ചൻ ദേവിനെ, തൻ്റെ ഈ രാജ്യത്തെ ഇങ്ങനെയൊരു അവസ്ഥ കണ്ടിട്ട് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. ഉന്നേം കോയി ഉപായ് നഹി സൂച്ച് രഹാ ഥാ. അദ്ദേഹത്തിനാണെങ്കിലോ ഇതിന് എന്തെങ്കിലും ഒരു ഉപായം എന്നത് കിട്ടുന്നേയില്ല. അദ്ദേഹത്തിന് ഇതിന് എന്താണ്, ഇത് മറികടക്കാൻ ഒരു മാർഗം എന്ന് അദ്ദേഹത്തിന് വളരെയധികം ചിന്തിച്ചിട്ടും ലഭിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ കഞ്ചൻ ദേവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച്, ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഏക് ദിൻ, ഈ രണ്ടാമത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്. ഏക് ദിൻ കഞ്ചൻ ദേവ് രാജകി ദശാസേ. ഒരു ദിവസം, ഏക് ദിൻ ഒരു ദിവസം, കഞ്ചൻ ദേവ് രാജകി ദശാസേ, രാജ്യത്തിൻ്റെ ദശ എന്ന് പറഞ്ഞാലും ഹാലത്ത് എന്ന് പറഞ്ഞാലും ഒക്കെ അവസ്ഥ തന്നെയാണ്. രാജ്യത്തിൻ്റെ ആ സന്ദർഭം, സാഹചര്യം, അവസ്ഥാസേ അവസ്ഥ കൊണ്ട്, ബഹുത്ത് ചിന്തിത് ബൈഠേ വളരെയധികം ചിന്തിച്ചുകൊണ്ട്, എന്തോ ഒന്ന് ഈ ദുഃഖമെല്ലാം ആലോചിച്ചുകൊണ്ട് എന്തോ കാര്യമായിട്ടുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു ദിവസം. അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഉൻകെ പാസ് ഏക് സാധു ആയേ, അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ആര് വന്നു? ഒരു സന്യാസി വന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ഒരു സന്യാസി വന്നു. രാജാനെ സാധുക്കോ പ്രണാം കിയ. സാധു എന്ന് പറഞ്ഞാൽ സജ്ജനം എന്ന അർത്ഥമാണ് നമ്മൾ സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ കേൾക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഒരു സ്വാമി എന്ന അർത്ഥത്തിലാണ്. സജ്ജനം തന്നെയാണ് സ്വാമി, നല്ല ഒരു മനുഷ്യൻ എന്ന അർത്ഥസന്ധനായ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തില്. രാജാനെ സാധുക്കോ പ്രണാം കിയ. അപ്പൊ സാധു രാജ്യസഭയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ കഞ്ചൻ ദേവ് അദ്ദേഹത്തെ പ്രണാമം ചെയ്തു, അതായത് പ്രണമിച്ചു. നമസ്തേയോ അല്ലെങ്കിൽ പ്രണാമം പറയുകയോ എന്തെങ്കിലും ചെയ്ത് അദ്ദേഹത്തിന്റെ ആ മര്യാദയിൽ അദ്ദേഹം സ്വീകരിച്ചു. പ്രസന്ന രഹോ ബേഠ, ഇതാണ് ആദ്യം അദ്ദേഹത്തിനോട് സാധു പറഞ്ഞത്. സാധുവിനെ രാജാക്കോ ആശീർവാദ് ദിയ. സാധു സന്യാസി ആ രാജാവിനെ ആശീർവദിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട്,
ആശീർവാദം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് പ്രസന്ന രഹോ ബേഠ. അപ്പൊ അദ്ദേഹം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ദുഃഖത്തിലിരിക്കുകയാണ് എന്നൊരു പക്ഷേ ആ സ്വാമിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു പ്രസന്ന രഹോ ബേഠ, പ്രസന്നനായിരിക്കൂ, സന്തോഷവാനായിരിക്കൂ ബേഠ മകനെ എന്ന് ആ സാധു സന്യാസി രാജാവിൻ്റെ കഞ്ചൻ ദേവിൻ്റെ മുഖം നോക്കി പറഞ്ഞു എന്നാണ്. ഇത്രയുമാണ് ആ ഫസ്റ്റ് പേജിലുള്ളത്. ആദ്യത്തെ ആ പേജിൽ ആ തുടക്കത്തിൽ ഉള്ളത് ഇതാണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഏക് റിയാസത്ത് ഥി, ഒരു സ്ഥലമുണ്ടായിരുന്നു, ഒരു പ്രദേശമുണ്ടായിരുന്നു. നാം ധാ കഞ്ചൻഗഡ്, കഞ്ചൻഗഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. കഞ്ചൻഗഡ് മേ ബഹുത്ത് ഗരീബി ഥി, കഞ്ചൻഗഡിലെ വളരെ ദാരിദ്ര്യമായിരുന്നു. ഗരീബി ദാരിദ്ര്യം. ചാരോം ഓർ ഭുഖ്മരി ഥി, നാലുപാടും വളരെയധികം ക്ഷാമവും ഉണ്ടായിരുന്നു. ഭുഖ്മരി ക്ഷാമം. कंचनगढ़ के राजा कंचन देव अपनी रियासत की ऐसी हालत को देखकर बहुत दुखी थे. കഞ്ചൻഗഡിലെ രാജാവായിട്ടുള്ള കഞ്ചൻ ദേവ് തൻ്റെ രാജ്യത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് വളരെയധികം ദുഃഖിതനായിരുന്നു. ഹാലത്ത് അവസ്ഥ. ഉനെ കോയി ഉപായ നഹി സൂച്ച് രഹാഥ, എന്നാൽ അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ഉപായവും കിട്ടുന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഉപായം, ഇതിനെ മറികടക്കാനുള്ളൊരു സൂത്രവും അദ്ദേഹത്തിന് കിട്ടുന്നില്ലായിരുന്നു. ഈ സെക്കൻഡ് പാരഗ്രാഫ്. ഏക് ദിൻ കഞ്ചൻ ദേവ് രാജകി ദശാസെ ബഹുത് ചിന്തിത് ബൈഠേ ഥേ. ഒരു ദിവസം രാജ്യത്തിലെ ഈ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അചാനക് ഉൻകെ പാസ് ഏക് സാധു ആയേ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു സന്യാസി വരുന്നു. രാജാനെ സാധുക്കോ പ്രണാം കിയ, രാജാവ് ആ സന്യാസിയെ പ്രണമിച്ചു, തൊഴുതു, പ്രണാമം ചെയ്തു. പ്രസന്ന രഹോ ബേഠ, മകനെ പ്രസന്നനായിരിക്കൂ, സന്തോഷവാനായിരിക്കൂ. സാധുവിനെ രാജാക്കോ ആശീർവാദ് ദിയ, അങ്ങനെ ആ സാധു ആ രാജാവിനെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. ഇത്രയുമാണ് ഒന്നാമത്തെ പേജിലുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജിൽ വായിക്കാം. നോക്കാം അടുത്ത പേജില്. कंचन देव ने साधु को अपने राज्य के बारे में बताया. കഞ്ചൻ ദേവ് ആ സാധുവിനോട്, ആ സന്യാസിയോട് തൻ്റെ രാജ്യത്തെക്കുറിച്ചെല്ലാം സംസാരിച്ചു, പറഞ്ഞു. സാധു മുസ്കരാക്കർ ബോലെ, ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഞ്ചൻഗഡ് സച്മുച്ച് കഞ്ചൻഗഡ് ഹേ, ഈ കഞ്ചൻഗഡ് എന്ന് പറയുന്നത് സച്മുച്ച് യഥാർത്ഥത്തിൽ ഒരു കഞ്ചൻഗഡ് തന്നെയാണ്, സ്വർണ പ്രദേശം തന്നെയാണ്. ഇസ്കെ നീച്ചെ സോനേക്കി ഖാൻ ഹേ, ഇതിന് അടിയിൽ ഈ പ്രദേശത്തിൻ്റെ അടിയിൽ, ഈ കൊട്ടാരത്തിൻ്റെ അടിയിലായിട്ട് സ്വർണത്തിൻ്റെ ഖാനുണ്ട്. ഖാൻ നിധി, സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ ഒരു നിധിയുണ്ട് എന്ന് പറയുന്നു. നിധി എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് മണ്ണിലെ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ആരും തരാതെ ആ ഭൂമി സ്വന്തമായിട്ട് അവിടെ ഉണ്ടാകുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ നിധി എന്ന് പറയുക. ഭൂമി കിളയ്ക്കുന്ന സമയത്ത് ഭരണികള്, പാത്രങ്ങള്, വിഗ്രഹങ്ങള്, സ്വർണങ്ങള്, രത്നങ്ങൾ, ഇതൊക്കെ പലർക്കും കിട്ടിയതായിട്ട് നമുക്ക് കഥകളുണ്ട്. അതാണ് നിധി. ഇത്തന സാധു ചലേ ഗയേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സന്യാസി നടന്നുപോയി. അദ്ദേഹം ഈ ഒരു വാചകമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ഈ സ്വർണ പ്രദേശം എന്ന് പറയുന്ന ഈ നാട്, സ്വർണ നഗരി, യഥാർത്ഥത്തിൽ സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനടിയിൽ സ്വർണത്തിൻ്റെ നിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി നടന്നുപോയി. രാജാനെ ഖുദായി കറുവായി, അപ്പൊ രാജാവിനൊരു ഐഡിയ തോന്നി, ഒരു ബുദ്ധി ഉദിച്ചു. എങ്കിൽ ഈ രാജ്യത്ത് ഈ ഭൂമിയിലെ സ്വർണമുണ്ട്, ഭൂമിക്കടിയിൽ സ്വർണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുഴിക്കുക തന്നെ ആദ്യത്തെ പണി. അപ്പോൾ ഖുദായി കറുവായി, കുഴിച്ചു എന്നർത്ഥം, കുഴിക്കൽ പ്രവർത്തനം ചെയ്തു. അതായത് രാജ്യത്തിലെ ഓരോ ആളുകളെ ഉപയോഗിച്ചിട്ടായിരിക്കാം രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അദ്ദേഹം കുഴിച്ച് നോക്കാനായിട്ട് ശ്രമം തുടങ്ങി. വഹാം സോനേക്കി ഖാൻ നിക്കലി, പറഞ്ഞ പോലെ തന്നെ സാധു സന്യാസി പറഞ്ഞതുപോലെ തന്നെ വഹാം അവിടെ
സോനേക്കി ഖാൻ സ്വർണത്തിൻ്റെ നിധി നിക്കലി പുറത്തേക്ക് വന്നു. അവരെ കുറെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സാധു സന്യാസി പറഞ്ഞതുപോലെ തന്നെ ആ സ്വർണത്തിൻ്റെ ഒരു നിധി പുറത്തേക്ക് വന്നു. രാജാക്ക ഖജാന സോനേസെ ഭർഗയ. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ സ്വർണം കൊണ്ടുണ്ടല്ലോ, ആ സ്വർണം കൊണ്ട് രാജാവിൻ്റെ ഖജാന, ഖജാന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ള ഭണ്ഡാരം, ഭണ്ഡാരം ഉണ്ടല്ലോ ഖജാന, അപ്പോൾ ആ ഭണ്ഡാര പെട്ടി, അദ്ദേഹത്തിൻ്റെ ഖജനാവ്, രാജാവിൻ്റെതാവുമ്പോൾ നമ്മൾ എന്ത് പറയും, ഖജനാവ് എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അതാണ് ആ ഭണ്ഡാരം പോലെ പൈസ ഇട്ട് വെക്കുന്ന ആ പെട്ടി നിറഞ്ഞു, ഭർഗയ നിറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ഖജനാവ് നിറഞ്ഞു. ഒന്നുകൂടി നോക്കുക സെൻറ്റൻസ്. ആ ഫസ്റ്റ് പാരഗ്രാഫാണ് പറഞ്ഞിട്ടുള്ളത്. കഞ്ചൻ ദേവിനെ സാധുക്കോ അപ്പനെ രാജ്യക്കെ ബാരേമേം ബത്തായ. കഞ്ചൻ ദേവ് ആ സാധുവിനോട് തൻ്റെ രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. സാധു മുസ്കരാക്കർ പോലെ. അത് കേട്ടപ്പോൾ, ഈ ദാരിദ്ര്യവും പട്ടിണിയും ക്ഷാമവും എല്ലാം പറയുന്നത് കേട്ടപ്പോൾ ആ സാധു സന്യാസി മുസ്കരാക്കർ ചിരിച്ചുകൊണ്ട്, മുസ്കുരാന ചിരിക്കുക, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഞ്ചൻഗഡ് സച്മുച്ച് കഞ്ചൻഗഡ് ഹേ. ഈ കഞ്ചൻഗഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കഞ്ചൻഗഡ് തന്നെയാണ്, സ്വർണ പ്രദേശം തന്നെയാണ്. ഇസ്കേ നീച്ചെ സോനേക്കി ഖാൻ ഹേ. ഇതിനടിയിൽ സ്വർണത്തിൻ്റെ ഒരു നിധിയുണ്ട്. ഇത്തന കൗക്കർ സാധു ചലേ ഗയേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സാധു സന്യാസി അവിടെ നിന്ന് പോയി. രാജാനെ ഖുദായി കർവായി. അപ്പോൾ രാജാവ് അത് കേട്ടപ്പോൾ ആ ഭൂമി മുഴുവൻ കിളയ്ക്കാൻ, കുഴിക്കാനായിട്ട് തുടങ്ങി. വഹം സോനേക്കി ഖാൻ നിക്കലി. അവിടെ അങ്ങനെ കുഴിച്ചു തുടങ്ങിയപ്പോൾ എല്ലാ ഭാഗത്തും സ്വർണത്തിൻ്റെ നിധികൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. രാജാക്ക ഖജാന സോനേസെ ഭർഗയ. അങ്ങനെ രാജാവിൻ്റെ ഖജനാവ്, ഭണ്ഡാരപ്പെട്ടി നിറയെ സ്വർണം കൊണ്ട് നിറഞ്ഞു. ഇത്രയുമാണ് ഫസ്റ്റ് പാരഗ്രാഫ്. രാജാനെ അപ്പനെ രാജ്യമേം ജഗഹ് ജഗഹ് മുഫ്ത് ഭോജനാലയ ബൻവായി, ദവാഖാനെ ഖുൽവായി, ചാരാഗാഹ് ബനാ ദിയെ. എന്തു ചെയ്തു? രാജാവ് ഈ സ്വർണമെല്ലാം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എന്തു ചെയ്തു? അപ്പനെ രാജ്യമേം, തൻ്റെ രാജ്യത്തിൽ, ജഗഹ് ജഗഹ് എല്ലാ പ്രദേശത്തും, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ്, ജഗഹ് ജഗഹ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും, അതായത് ഈ രാജ്യം മൊത്തം, അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനായിട്ട്, മുഫ്ത്, മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ, സൗജന്യം എന്നാണ് അർത്ഥം. മുഫ്ത് ഭോജനാലയ ബൻവായെ. ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണശാലകൾ തുടങ്ങി, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി. പിന്നെയോ ദവാഖാനെ ഖുൽവായെ. ദവ എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ് അർത്ഥം. ദവാഖാന മെഡിക്കൽ ഷോപ്പ്, മരുന്ന് ഷോപ്പുകൾ തുറന്നു. ചാരാഗാഹ് ബനാദിയെ. ചാരാഗാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സത്രം പോലെയുള്ള സ്ഥലം. സത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ദീർഘയാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴെന്താണ് ചെയ്യുക? ഒരു ദീർഘയാത്ര പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഗുരുവായൂർ അല്ലെ അങ്ങനെ ശബരിമല ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട്. അതുപോലെ തേക്കടി, പിന്നെ അതുപോലെ ദൂരെയുള്ള കൊടൈക്കനാൽ, ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകുമ്പോൾ നമ്മൾ ആദ്യമേ എന്ത് പ്ലാൻ ചെയ്യും? അവിടെ ആ സ്ഥലത്തെ അടുത്തുള്ള ഹോട്ടലുകളൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ ഹോട്ടലുകളിലൊക്കെ റൂം എടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യും അല്ലെ. എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിച്ചു പോരും. അതേപോലെ യാത്രക്കിടയിൽ തങ്ങാനുള്ള വിശ്രമ സ്ഥലമാണ് സത്രം എന്ന പേരിൽ അറിയപ്പെടുക പണ്ട്. ഇന്ന് സത്രങ്ങളില്ല, ഇന്ന് സത്രത്തിൽ ഫ്രീ ആണ്, സത്രത്തിൽ സൗജന്യമാണ്. ഇന്ന് ഹോട്ടലുകളാണ്, ഹോട്ടലുകളിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, ഓരോ റൂമിനും വാടക കൊടുത്തിട്ടാണ് നിൽക്കുക. സത്രം എന്ന് പറഞ്ഞാൽ സൗജന്യമാണ്, അവിടെ പൈസയുടെ ആവശ്യമില്ല, ആർക്ക് എത്ര കാലം വേണമെങ്കിൽ താമസിക്കാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ ഫ്രീ ആയിട്ട് ആർക്കും, ഇപ്പോൾ വീടില്ലാതെ ദാരിദ്ര്യം പല വിധത്തിലാണ്. അപ്പോൾ വീടില്ലാത്ത ദാരിദ്ര്യമാണ് ഒരാൾ അനുഭവിക്കുന്നതെങ്കിൽ ഈ സത്രത്തിൽ വന്ന് താമസിക്കാം. ഭക്ഷണമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ ആർക്കെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ഷോപ്പിലെ മരുന്നുകളും ഫ്രീ ആണ്. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും
എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ട് നോക്കൂ, രാജാനെ അപ്പനെ രാജ്യമേം ജഗഹ് ജഗഹ് മുഫ്ത് ഭോജനാലയ് ബൻവായേ. അദ്ദേഹം തൻ്റെ രാജ്യത്ത് എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഭോജനാലയങ്ങൾ തുറന്നു, സൗജന്യമായ ഭോജനാലയങ്ങൾ നിർമ്മിച്ചു. ദവാഖാനെ കുലുവായെ, മരുന്ന് ഷോപ്പുകൾ തുറന്നു. ചാരാഗാഹ് ബനാദിയെ, സത്രങ്ങൾ ആരംഭിച്ചു. ഇത്രയും കാര്യം അദ്ദേഹം ആ സ്വർണവും നിധിയും എല്ലാം കിട്ടിയപ്പോൾ തുടങ്ങി. ഇനി അടുത്ത ആ ഒരു വാചകമേ ഉള്ളൂ അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വാചകം നമുക്കിതിൽ വായിക്കാം. നോക്കൂ, അബ് വഹാം കോയി ദുഃഖി നഥ. ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹം എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം രാജ്യത്ത് ഒരുവിധ ദുഃഖിതരും ഇല്ല എന്നാ പറയണത്. ഒരാളും തന്നെ ദുഃഖം അനുഭവിക്കുന്നില്ല. കോയി ദുഃഖീനത, ആരും തന്നെ ദുഃഖിതരായിട്ടില്ല. സബ് ലോഗ് ഖുഷ് തേ, എല്ലാ ജനങ്ങളും ഖുഷ് ആണ്. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. എല്ലാ ജനങ്ങളും സന്തോഷവാന്മാരാണ്. കിന്തു, എന്നാൽ എന്ത് സംഭവിച്ചു? അതിന് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഒരു ദോഷഫലവും കൂടി സംഭവിച്ചു. എന്താണ്? വേ ആലസി ഹോഗയേഥേ, അവർ വെറും മടിയന്മാരായിട്ട് മാറി. അപ്പോൾ ഈ രാജ്യത്ത് ഇപ്പോൾ ദുഃഖങ്ങളൊന്നുമില്ല, എല്ലാവരും സന്തോഷവാന്മാരാണ് എന്നതിനോടൊപ്പം തന്നെ അവരെ മടിയന്മാരായിട്ട് മാറുകയും ചെയ്തു എന്നാ പറയണത്. കോയി ഭി കാം നഹി കർത്താ ഥാ. എന്താണ്? എന്തുകൊണ്ടാണ് മടിയന്മാരായത്? ആരും തന്നെ ഒരു ജോലിയും ചെയ്യുന്നില്ല. കോയി ഭി, ആരും, കാം ജോലി, പണികൾ, നഹി കർത്താ ഥാ, ചെയ്യുന്നില്ലായിരുന്നു. ആരും തന്നെ ജോലികളൊന്നും ചെയ്യാത്തത് കൊണ്ട് വെറും കുഴിമടിയന്മാരായിട്ട് മാറിപ്പോയിരുന്നു. ഉനേം, അവർക്ക്, മുഫ്തുമേം, സൗജന്യമായിട്ട്, ജോ സബ് കുച്ച് മിൽനെ ലഗാ ഥാ, എല്ലാം, സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കാനും തുടങ്ങി. അത് ആരംഭിച്ചത് മുതൽ അവർ പണിയെടുക്കാതായി, അവർ മടിയന്മാരായിട്ട് മാറി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അബ് വഹാം കോയി ദുഃഖീനത, ഇന്ന് ഈ നാട്ടിൽ ദുഃഖിതന്മാരായിട്ട് ആരും തന്നെ ഇല്ല. സബ് ലോഗ് ഖുഷീദേ, എല്ലാ ജനങ്ങളും സന്തോഷവാന്മാരാണ്. കിന്തു വേ ആലസി ഹോ ഗയേഥേ, എന്നാൽ അവർക്കൊരു ദോഷം പറ്റിയിട്ടുണ്ട്. അവർ എല്ലാവരും മടിയന്മാരായി മാറിയിട്ടുണ്ട്. കോയി ഭി കാം നഹി കർത്താ ഥാ, ആരും തന്നെ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഉന്നേ മുഫ്തുമേം ജോ സബ് കുച്ച് മിൽനെ ലഗ്താ ഥാ, എപ്പോഴാണോ അവർക്ക് ഫ്രീ ആയിട്ട് എല്ലാം കിട്ടി തുടങ്ങിയത്, സൗജന്യമായി എല്ലാം ലഭിച്ചു തുടങ്ങിയത്, അന്ന് തൊട്ട് അവർ ഒരു ജോലിയും തന്നെ ചെയ്യുന്നില്ല. ഇതാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇതാണ് ഈ 2 ചെറിയ പാരഗ്രാഫുകളിലായിട്ട് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പാരഗ്രാഫ്, മന്ത്രിനെ രാജാക്കോ ബഹുത് സമച്ചായ. അങ്ങനെ ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത്, ഈ രാജ്യം ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് മന്ത്രി രാജാവിനോട് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചു. മഹാരാജ്, ലോഗ് ആലസി ഹോത്തേ ജാ രഹേ ഹേ. മഹാരാജാവേ, ജനങ്ങളെല്ലാം തന്നെ വെറും മടിയന്മാരായി മാറിയിരിക്കുകയാണ്. ഉൻകോ കാം ദിയാ ജായേ, അവർക്ക് ജോലി കൊടുക്കൂ എന്നാ പറയണത്. ആളുകളൊക്കെ തന്നെ പിന്നെ മടിയന്മാരായി തീർന്നിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ജോലികൾ കൊടുക്കൂ മഹാരാജാവേ എന്ന് മന്ത്രി പറയാണ്. പർ രാജാനെ മന്ത്രി കി ബാത് സുൻകർ ടാൽ ദി. എന്താണ്ടായത്? പർ, എന്നാൽ, രാജാവ് മന്ത്രി കി ബാത്ത് സുൻകർ, മന്ത്രി പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട്, കാര്യം, സുൻകർ കേട്ടിട്ട് എന്ത് ചെയ്തു? ഡാൽ ദി, അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചതേയില്ല. ഈ മന്ത്രി പറഞ്ഞ കാര്യത്തെ രാജാവ് അംഗീകരിച്ചതുമില്ല, ശ്രദ്ധിച്ചതുമില്ല. അദ്ദേഹം അവഗണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രി പറയാണ്, ജനങ്ങള് മടിയന്മാരായി തീർന്നിരിക്കുന്നു, അവരെ കൊണ്ട് കുറച്ചെങ്കിലും പണിയെടുപ്പിക്കൂ, അവർക്ക് ജോലി കൊടുക്കൂ എന്ന് മന്ത്രി
അഭിപ്രായം പറയുകയാണ്. നോക്കൂ ഒന്നും കൂടെ. മന്ത്രിനെ രാജാക്കോ ബഹുത് സമझായ. മന്ത്രി രാജാവിനോട് ഒരുപാട് മനസ്സിലാക്കി കൊടുത്തു. മഹാരാജ് ലോഗ് ആലസി ഹോത്തെ ജാ രഹേ ഹേ. മഹാരാജാവേ, ജനങ്ങളെല്ലാം തന്നെ മടിയന്മാരായി തീർന്നിരിക്കുന്നു. ഉൻകോ കാം ദിയാ ഗയേ. അവർക്ക് ജോലികൾ കൊടുക്കൂ. പർ രാജാനെ മന്ത്രിക്ക് ബാത് സുൻകർ ഡാൽ ദി. എന്നാൽ രാജാവാകട്ടെ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിട്ട് അത് അവഗണിക്കുകയാണ് ചെയ്തത്. അത് ശ്രദ്ധിച്ചില്ല, അത് അംഗീകരിച്ചില്ല. ഇത്രയുമാണ് ആ പാരഗ്രാഫ്. അടുത്തത് കഞ്ചൻഗഡ് की समृद्धि और लोगों के आलसी होने की बात जानकर पड़ोसी राजा ने कंचनगढ़ पर चढ़ाई कर दी और मांग की सोना दो या लडो. എന്താണ്ടായത്? രാജ്യത്തിന്റെ അവസ്ഥ നോക്കൂ. കഞ്ചൻഗഡ് की സമൃദ്ധി. കഞ്ചൻഗഡിലെ ഈ സമൃദ്ധി, ഈ വികസനം, ഈ സമൃദ്ധി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് സമൃദ്ധി. സമൃദ്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ധാരാളം ആയിട്ട് കഞ്ചൻഗഡിലുള്ള ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ലോഗോം കെ ആലസി ഹോനെ കി ബാത്ത് ജാൻകർ. ഇവിടുത്തെ ജനങ്ങളെല്ലാം മടിയന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ള അവസ്ഥയും അറിഞ്ഞുകൊണ്ട്, രാജ്യത്ത് സമ്പൽ സമൃദ്ധമാണ്, അതുപോലെ തന്നെ ജനങ്ങളാണെങ്കിലോ മടിയന്മാരുമാണ്, ഈ രണ്ട് വസ്തുതകളും അറിഞ്ഞുകൊണ്ട് തന്നെ പടോസി രാജാനെ, പടോസി എന്ന് പറഞ്ഞാൽ നെയ്ബർ, അയൽവാസി എന്നാണ് അർത്ഥം. പടോസി രാജാവ് എന്ന് പറഞ്ഞാൽ അയൽ രാജാവ്. കഞ്ചൻഗഡിന്റെ തൊട്ടപ്പുറത്തുള്ള രാജ്യത്തിലെ രാജാവ് എന്തു ചെയ്തു? കഞ്ചൻഗഡ് പർ ചടായി കർദി. കഞ്ചൻഗഡിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. കഞ്ചൻഗഡിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. കാരണം ഇവിടുത്തെ ജനങ്ങളെല്ലാം മടിയന്മാരായി തീർന്നിരിക്കുന്നു. മാത്രമല്ല രാജ്യത്താണെങ്കിൽ നല്ല സ്വത്തുക്കളുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കണ്ടിട്ട് അയൽവാസിയായിട്ടുള്ള രാജാവ് കഞ്ചൻഗഡിനെ ആക്രമിക്കാനായിട്ട് തുനിഞ്ഞു. അവർ മാങ്കതി, അല്ലെങ്കിൽ അവർ ചോദിച്ചു. എന്ത് ചോദിച്ചു? അല്ലെങ്കിൽ ഒന്നുകിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം? സോനാദോ യാ ലഡോ. ഇതാണ് അവരുടെ ആവശ്യം. എന്താണ്? സോനാദോ, ഒന്നുമില്ലെങ്കിൽ സ്വർണം കൊടുക്കുക, അല്ലെങ്കിൽ ലഡോ യാ ലഡോ. ലഡോ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. ഒന്നുകിൽ ഞങ്ങളോട് യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണവും മറ്റു സ്വത്തുക്കളും ഞങ്ങൾക്ക് തരിക. ഇതാണ് ഈ രണ്ടിലൊരു ആവശ്യമാണ് ആ അയൽ രാജാവിന് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ സ്വർണ സമൃദ്ധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ മടിയും കണ്ടുകൊണ്ട് അത് ചൂഴ്ന്നെടുക്കാനായിട്ടാണ്, ചൂഷണം ചെയ്യാനായിട്ടാണ് അയൽ രാജാവിന്റെ പുറപ്പാട്. ഒന്നുകിൽ യുദ്ധം ചെയ്ത് വിജയിക്കുക, അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണത്തിന് മുതിർന്നുകൊണ്ട് അയൽവാസിയായ രാജാവ് വരികയാണ്. ഒന്നുകൂടി നോക്കൂ. कंचनगढ़ की समृद्धि और लोगों के आलसी होने की बात जानकर. കഞ്ചൻഗഡിലെ സമൃദ്ധിയും ജനങ്ങളുടെ മടിയും അറിഞ്ഞുകൊണ്ട് തന്നെ പടോസി രാജാനെ, അയൽവാസിയായിട്ടുള്ള രാജാവ് കഞ്ചൻഗഡ് പർ ചടായി കർദി, കഞ്ചൻഗഡിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ മാങ്കി, എന്നിട്ട് ചോദിക്കുകയാണ്, സോനാദോ യാ ലഡോ, സ്വർണം തരൂ അല്ലെങ്കിൽ യുദ്ധം ചെയ്യൂ. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അടുത്തതായിട്ട് കഞ്ചൻഗഡ് കെ ആലസി ലോഗോനെ രാജാസെ കഹ. കഞ്ചൻഗഡിലെ ആലസിയായ ജനങ്ങള്, ആലസി ലോഗോനെ മടിയന്മാരായിട്ടുള്ള ജനങ്ങളെ രാജാവിനോട് പറഞ്ഞു. രാജാസെ കഹ ബഹുത് സോനാഹേ, വളരെയധികം സ്വർണമുണ്ടല്ലോ, ധാരാളം സ്വർണമുണ്ടല്ലോ, കുച്ച് ദേ ദീജിയേ, കുറച്ചങ്ങ് കൊടുത്തോളൂ. ഇവിടെ ധാരാളം സ്വർണമുണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വർണമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇത്തിരി സ്വർണം കൊടുത്തുകൂടാ? അയൽ രാജ്യത്തെ രാജാവിന് ഇത്തിരി കൊടുത്തോളൂ. ബേക്കാർമേം ഘൂൻ ക്യോം ബഹായാ ഗയേ, എന്തുകൊണ്ടാണ്
പിന്നെ ഞങ്ങളെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവർ ഞങ്ങളെ ഇവിടെ യുദ്ധക്കളമാക്കി ഇവിടെ ചോരപ്പുഴകൾ ഒഴുക്കും, ഞങ്ങളെയൊക്കെ രക്തത്തിൽ കുളിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അദ്ദേഹത്തിന്, അതായത് ഇവർക്ക് യുദ്ധം ചെയ്യാൻ പോലും മടിയായി തീർന്നു എന്നർത്ഥം. യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി അധ്വാനിക്കണം അല്ലേ? അപ്പോൾ അവർക്ക് അധ്വാനിക്കാൻ തയ്യാറല്ല അവരെ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വർണം വെറുതെ അങ്ങോട്ട് കൊടുത്തുകൂടാ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഒരിക്കലും രാജാവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായമല്ല. രാജാനെ ലോകോം കി ബാത്ത് മാൻ ലി. അതുകൊണ്ട് തന്നെ രാജാവ് ജനങ്ങളുടെ ആ അഭിപ്രായത്തെ മാനിച്ചു, അത് അംഗീകരിച്ചു. അവർ സോനാ ദേ ദിയ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്ര സ്വർണം അയൽവക്കത്തേക്ക് കൊടുക്കുകയും ചെയ്തു. യേ ദേഖ് മന്ത്രി കോ ബഹുത് ദുഃഖ് ഹുവ. മന്ത്രി അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ കണ്ടിട്ട്, ഈ മടിയന്മാരായ ജനങ്ങളെ കണ്ടിട്ട് തന്നെ മന്ത്രി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അതോടുകൂടി ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖവും കൂടെ തോന്നി മന്ത്രിക്ക്. ദേഷ്യവും ദുഃഖവും എല്ലാം തോന്നി. കാരണം മന്ത്രിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നല്ല ചിന്ത പറഞ്ഞു കൊടുത്ത് രാജാവിനെ നിയന്ത്രിക്കേണ്ടത്, ശരിയാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സംഭവിച്ചു. ഒന്നുകൂടെ നോക്കൂ. കഞ്ചൻഗഡ് ആലസി ലോകോംനെ രാജാസെ കഹ. കഞ്ചൻഗഡിലെ മടിയന്മാരായ ആളുകള് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. ബഹുത് സോന ഹേ. ധാരാളം സ്വർണം ഇരിക്കുന്നുണ്ടല്ലോ. കുച്ച് ദേ ദീജിയെ. കുറച്ചങ്ങോട്ട് കൊടുത്തോളൂ, അയൽ രാജ്യത്തേക്ക് കൊടുത്തോളൂ. ബേക്കാർമേം ഖൂൻ ക്യോം ബഹായ ജായേ. ബേക്കാർമേം യുദ്ധത്തില്, ഖൂൻ ക്യോം, ഖൂൻ രക്തം, ബഹായ ജായേ ഒഴുക്കുന്നത് എന്തിനാണ്? ഒരു യുദ്ധം നടത്തി, ആ യുദ്ധത്തിൽ ഒരുപാട് ചോരപ്പുഴകൾ ഒഴുക്കി, ഇതിനൊക്കെ നിൽക്കുന്നത് എന്തിനാണ്? ആ കുറച്ച് സ്വർണം അങ്ങോട്ട് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. രാജാനെ ലോകോം കി ബാത്ത് മാൻലി. രാജാവാണെങ്കിലോ ഈ പിന്നെ ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു. മാനിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സോനാ ദേ ദിയ, സ്വർണം കൊടുക്കുകയും ചെയ്തു. യേ ദേഖ് മന്ത്രി കോ ബഹുത് ദുഃഖ് ഹുവ. ഇത് കണ്ടപ്പോൾ ആ മന്ത്രിക്ക് വളരെയധികം ദുഃഖം തോന്നി. സ്വർണം ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ മന്ത്രിക്ക് വളരെയധികം ദുഃഖം തോന്നി എന്നാണ് പറയുന്നത്. ഒരു തവണ ഇവിടെ വായിക്കാൻ നോക്കൂ. കഞ്ചൻഗഡ് ആലസി ലോകോംനെ രാജാസെ കഹ. ബഹുത് സോന ഹേ, കുച്ച് ദേ ദീജിയെ. बेकार में घून क्यों बहाया जाए. राजा ने लोगों की बात मान ली और सोना दे दिया. यह देख मंत्री को बहुत दुख हुआ. वह एक दिन कंचन देव को नगर से पूर्व की ओर धुमाने ले गया. അങ്ങനെ ഇത് സഹിക്കവയ്യാതെ മന്ത്രി ഒരു ദിവസം എന്ത് തീരുമാനിച്ചു? കഞ്ചൻ ദേവിനെ, ഈ രാജാവിനെ, നഗർസേ പൂർവ്, നഗരത്തിന് പിന്നിലുള്ള, അതായത് നഗരത്തിന്റെ പൂർവ്വഭാഗത്തുള്ള, പൂർവം കിഴക്ക് ഭാഗത്തുള്ള ഒരു പിന്നെ ഭാഗത്തേക്ക്, ഒരു അതായത് മറ്റൊരു സ്ഥലത്തേക്ക് എന്നർത്ഥമാക്കിയാൽ മതി. ധുമാനെ ലേഗയ, അവിടേക്ക് കൊണ്ടുപോയി. ആ രാജ്യത്തിലേക്ക്, ആ രാജ്യത്തിൻ്റെ സ്ഥിതി ഒന്ന് നോക്കാനായിട്ട്, അതായത് അതിന് തുനിഞ്ഞു എന്നാണ് പറയണത്. ആ മറ്റൊരു രാജ്യത്തെ സ്ഥിതി, അതും അദ്ദേഹം ഉദ്ദേശിച്ച ഫലം തരുന്ന തരത്തിലുള്ള രാജ്യത്തിൻ്റെ സ്ഥിതിയിലേക്ക് ഒന്ന് നോക്കാനായിട്ട് കഞ്ചൻ ദേവിനെ കൊണ്ടുപോയി. അപ്പോൾ കഞ്ചൻ ദേവ് അവിടെ കണ്ടു. കഞ്ചൻ ദേവിനെ ദേഖ, കഞ്ചൻ ദേവ് കണ്ടു. എന്തൊക്കെയാണ് അവിടെ കണ്ടത്? मैदान में दूर तक दाने बिखरे हैं. മൈതാനത്തിലെ ദൂരെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? ധാരാളം ധാന്യമണികൾ, ചണം എന്നാണ് അർത്ഥം, ചണത്തിന്റെ മണികൾ എന്നാണ് അർത്ഥം. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം എന്നും സ്പെഷ്യലായിട്ട് ചണം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ചണത്തിന്റെ ധാന്യമണികൾ അവിടെ നശിച്ചു കിടക്കുന്നു. काफी कबूतर वहां दाना चुग रहे हैं.
കുറച്ച് പ്രാവുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ധാന്യമണികളെ ചണത്തിൻ്റെ ധാന്യമണികളെ പെറുക്കി കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കുറെ നശിച്ചു കിടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ധാന്യമണി കഴിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ധോടി ദൂരി പർ കുച്ച് കബൂത്തർ മരേ പടേ ഹേ. എന്നാൽ കുറച്ച് അപ്പുറത്തായിട്ട് എന്തുകൂടെ കാണുന്നുണ്ട്? കുറച്ച് കബൂത്തറുകള്, കുറച്ച് പ്രാവുകള് മരേ പടേ ഹേ, മരണപ്പെട്ട് കിടക്കുന്നു. കുറെ പ്രാവുകള് മരണപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. മൈതാനത്തിൽ കണ്ട കാഴ്ച, ഒരു ഭാഗത്ത് ഒരുപാട് ധാന്യമണികൾ നശിച്ചു കിടക്കുന്നതായി, വെറുതെ കിടക്കുന്നതായി കാണുന്നു. ഒരു വശത്ത് അവിടെ പ്രാവുകൾ അത് പെറുക്കി തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് കുറെ പ്രാവുകൾ ചത്തു വീണ് കിടക്കുന്നു. രാജാനെ മരേഗയെ കബൂത്തരോം കോ, രാജാവ് ആ മരിച്ചുപോയ ആ പ്രാവുകൾക്ക് ബാരേമേ മന്ത്രി സേ പൂച്ച, ആ മരിച്ചു കിടക്കുന്ന പ്രാവുകളെ കുറിച്ച് രാജാവ് മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി കാണിച്ചു കൊടുത്ത കാഴ്ചയാണിത്, ഇത് കാണൂ, ഇതിൽ നിന്ന് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് മന്ത്രി ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അതെന്തൊക്കെയാണ്? ഒരു വശത്ത് ധാന്യമണികൾ നശിച്ചു കിടക്കുന്നു, മറുവശത്ത് ധാന്യം പെറുക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് കുറേ പ്രാവുകൾ മരിച്ചു കിടക്കുന്നു. ഇതാണ് കണ്ട കാഴ്ച. ഒന്നുകൂടി നോക്കൂ. വഹ് ഏക് ദിൻ കഞ്ചൻ ദേവ് കോ നഗർ സേ പൂർവ് കി ഓർ ധുമാനെ ലേ ഗയ. ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹം മന്ത്രി കഞ്ചൻ ദേവിനെ നഗരത്തിന്റെ പൂർവ്വഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒന്ന് നിന്ന് നോക്കാൻ പറഞ്ഞു, ചില കാഴ്ചകൾ കാണാൻ പറഞ്ഞു. കഞ്ചൻ ദേവിനെ ദേഖ, കഞ്ചൻ ദേവ് കണ്ടു. മൈതാൻ മേ ദൂർ തക് ദാനെ ബിഖരെ ഹേ, മൈതാനത്തിന് ദൂരത്തായിട്ട് കുറച്ച് ധാന്യമണികൾ നശിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ വെറുതെ കിടക്കുന്നു. കാഫി കബൂത്തർ യഹാം ദാന ചുഗ് രഹേ ഹേ, കുറച്ച് പ്രാവുകള് അവിടെ ധാന്യമണികളെ പെറുക്കി കഴിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവർ ധോടി ദൂരി പർ കുച്ച് കബൂത്തർ മർ പടേ ഹേ, കുറച്ചപ്പുറത്ത് കുറെ ദൂരത്തായിട്ട് ചില പ്രാവുകള് മരിച്ചു കിടക്കുകയും ചെയ്യുന്നു. രാജാനെ മരേ ഹുയെ കബൂത്തരോ കെ ബാരേമേ മന്ത്രി സേ പൂച്ച, രാജാവ് ഈ മരിച്ചു കിടക്കുന്ന പ്രാവുകളെ കുറിച്ച് മന്ത്രിയോട് ചോദിക്കുകയാണ്. അത്രയുമാണ് ആ പാരഗ്രാഫിൽ ഉള്ളത്. അടുത്തത്, ഇനി എന്താണ് രാജാവിന് വരുന്ന മാറ്റം, അല്ലെങ്കിൽ എന്താണ് മന്ത്രി കാണിച്ചു കൊടുത്തത് എന്നുള്ളത് നോക്കാം. മന്ത്രിനെ ബതായ, ഈ കാഴ്ചകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മന്ത്രി പറയാണ്, മഹാരാജ് ഇന്നേം ശിക്കാരി പക്ഷിയോംനെ മാരാഹേ, ഈ വേട്ടക്കാരൻ പക്ഷികളെ കൊന്നിരിക്കുന്നു. ഈ പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു വേട്ടക്കാരൻ, ശിക്കാരിയായിട്ടുള്ള വേട്ടക്കാരൻ പക്ഷിയുണ്ട്. ആ പക്ഷി ഈ ചില പക്ഷികളെയെല്ലാം കൊന്നൊടുക്കിയിരിക്കുന്നു. ശിക്കാരി പക്ഷിയോം കോ യഹ് മാലൂം ഹേ കി, ഈ പക്ഷികൾക്ക് അറിയാം, കബൂത്തർ ദാന ചുഗ്നെ യഹി മാത്തേ ഹേ, ഈ പക്ഷികളെ, പാവങ്ങളായിട്ടുള്ള മറ്റ് പക്ഷികളെ ഈ ധാന്യമണികൾ കൊത്തി തിന്നുവാനായിട്ട്, ധാന്യമണികൾ കഴിക്കുവാനായിട്ട് ഇവിടെ പ്രാവുകൾ വരും എന്ന് ആ ശിക്കാരിയായിട്ടുള്ള പക്ഷിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ധാന്യമണികൾ ഇട്ടുകൊടുത്ത് ഇത് കൊത്തി തിന്നാനായി പ്രാവുകൾ വരുന്ന സമയത്ത് അതിനെ വേട്ടയാടി കൊല്ലുന്നു. ഇതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ മന്ത്രി പറയാണ്, മഹാരാജാവേ, ഇവരെ ഒരു ശിക്കാരിയായിട്ടുള്ള പക്ഷിയാണ് കൊന്നിരിക്കുന്നത്. ഈ ശിക്കാരി പക്ഷികൾക്ക് ഇതറിയാം, ഇവിടെ ഫ്രീ ആയിട്ട് ധാന്യമണികൾ ലഭിക്കും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, മറ്റൊരിടത്തേക്ക് പോകേണ്ട, ധാന്യമണികൾ തേടി മറ്റൊരിടത്തേക്ക് പോകേണ്ട എന്ന് വിചാരിച്ച് അവർ ഇവിടെ തന്നെ ധാന്യമണികളെ കൊത്തി തിന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു വശത്ത് മറ്റ് പക്ഷി വന്നിട്ട് കൊല്ലുകയും ചെയ്യും. എങ്കിൽ പോലും അവരെ മടിയന്മാരായത് കൊണ്ടാണ്,
അതാണ് ഇവിടെ മന്ത്രി പറയാൻ ഉദ്ദേശിച്ചത്. അവർ മടിയന്മാരാണ്. ഈ മറ്റൊരു പ്രാവ് ആക്രമിക്കും എന്ന് മറ്റുള്ളവർ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടും ഇവർക്ക് യാതൊരു കുലുക്കവും ഇല്ല. ഇവര് ഫ്രീ ആയിട്ട് അധ്വാനിക്കാതെ ധാന്യമണികൾ ദിവസവും ധാരാളം കിട്ടുന്നത് കൊണ്ട് ഇവിടെ തന്നെ വരുന്നു എന്നാണ് മന്ത്രി ഉദ്ദേശിച്ചത്. അതാണ് രാജാവ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പാഠം എന്നാണ് മന്ത്രിയുടെ മനസ്സിലെ. കഞ്ചൻ ദേവ് യേ സുൻകർ പരേശാൻ ഹോ ഗയേ. കഞ്ചൻ ദേവ് ആണെങ്കിലോ ഇത് കേട്ടപ്പോൾ വളരെയധികം വിഷമിച്ചു. പരേശാൻ ക്ഷീണം, വിഷമം എന്നൊക്കെ അർത്ഥം. ക്ഷീണിച്ച പോലെയായി. കാരണം ഈ അവസ്ഥയാണല്ലോ തൻ്റെ രാജ്യത്ത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ രാജാവിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം. രാജാവ് വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. മന്ത്രിനെ ബതായ, മന്ത്രി പറഞ്ഞു, മഹാരാജ് ഇനെ ശിക്കാരി പക്ഷിയോംനെ മാരാ ഹെ. ഇവിടെ ശിക്കാരിയായിട്ടുള്ള വേട്ടക്കാരൻ വന്നിട്ട് പക്ഷികളെ കൊന്നിരിക്കുന്നു. ശിക്കാരി പക്ഷിയോം കി യഹ് മാലൂം ഹേ കി. ശിക്കാരിയായിട്ടുള്ള പക്ഷികളെ, ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേട്ടക്കാരായിട്ടുള്ള പക്ഷികളാണ്. അവർക്ക് ഒരു കാര്യം അറിയാം. എന്താണ്? കബൂത്തർ ദാന ചുഗ്നെ യഹീം ആത്തെ ഹേ. പക്ഷികള്, പ്രാവുകള് ധാന്യമണികൾ കൊത്തി തിന്നാനായി ഇവിടേക്ക് വരും എന്ന് അവർക്കറിയാം. ശിക്കാരിയായിട്ടുള്ള പക്ഷികൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരവിടെ കാവലിരിക്കുന്നത് കൊല്ലാനായിട്ട്. കഞ്ചൻ ദേവ് യേ സുൻകർ പരേശാൻ ഹോ ഗയേ. കഞ്ചൻ ദേവ് ആണെങ്കിൽ ഇത് കേട്ടപ്പോൾ വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ടു. ഇനി എന്താ സംഭവിക്കുക എന്ന് 2 പേജിലും കൂടെ എല്ലാം ഒരു പാരഗ്രാഫാണ്. അതാണ് ഇനി അടുത്തതായിട്ട് വായിക്കാൻ പോണത്. നോക്കൂ. അഗലേ ദിൻ മന്ത്രി ഉൻകോ ദൂസരി ദിശാ മേം ലേ ഗയ. അടുത്ത ദിവസം രാജാവ് മന്ത്രി അദ്ദേഹത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു ദിശ പറഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്ക്. ഒരു വശത്തേക്ക് ആദ്യത്തെ ദിവസം കൊണ്ടുപോയി പ്രാവുകളുടെ അനുഭവം കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം മറ്റൊരു വശത്തേക്കാണ് രാജാവിനെ കൊണ്ടുപോയത്. കിന്തു ദൂസരി ദിശാമേം ഭി വഹി ദൃശ്യത. ആ ഭാഗത്തും എന്തു തന്നെയാണ്? ഈ ദൃശ്യം തന്നെയാണ് ഉള്ളത്. ഈ ദൃശ്യം തന്നെയാണ് ആ ഭാഗത്തും സംഭവിച്ചത്. ദാന ബിഖര പടാധ. ധാന്യമണികള് വീണ് കിടക്കുന്നുണ്ട്. കബൂത്തർ ദാന ചുഗ്രഹേധേ. പ്രാവുകള് ധാന്യമണികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുച്ച് കബൂത്തർ മരേ പടേധേ. അപ്പുറത്ത് തന്നെ കുറച്ച് പ്രാവുകൾ മരിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാഴ്ച തന്നെയാണ് മറ്റൊരു പ്രദേശത്തും കാണാൻ ഇടയായത്. രാജാനെ മന്ത്രി സെ പൂച്ച. ഇങ്ങനെ അടുത്ത പേജിലാണ് ഇപ്പോൾ വായിക്കുന്നത്. 57ാമത്തെ പേജിലെ ബാക്കി ഭാഗം, ഈ പാരഗ്രാഫിന്റെ ബാക്കി ഭാഗം. രാജാനെ മന്ത്രി സെ പൂച്ച. രാജാവ് മന്ത്രിയോട് ചോദിച്ചു. തോ उसने फिर वही उत्तर दिया, शिकारी പക്ഷിയോं ने इन्हें भी मार डाला है. ചോദിക്കുകയാണ്. ഇങ്ങനെ ഉത്തരം കൊടുത്തു. എന്തു കൊടുത്തു? ശിക്കാരിയായിട്ടുള്ള പക്ഷികള് ഈ പക്ഷികളെ കൊന്ന് കിടത്തിയിരിക്കുന്നു എന്ന് രാജാവിനോട് ആ മന്ത്രി മറുപടിയും പറഞ്ഞു എന്നാണ്. അപ്പോൾ പിറ്റേ ദിവസം കാണിച്ചു കൊടുത്ത ഇതേ കാഴ്ച തന്നെ കാണിച്ചു കൊടുത്ത രാജാവ് വീണ്ടും അതേപോലെ തന്നെ ചോദിച്ചപ്പോൾ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെ ഈ പക്ഷികളെ, ഈ ശിക്കാരിയായിട്ടുള്ള പക്ഷികളെ ഈ പക്ഷികളെയും കൊന്നു തിന്നു ഇരിക്കുന്നു അല്ലേ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ മന്ത്രി എന്ന് പറഞ്ഞു, തോ കബൂത്തർ ഭാഗ്തി ക്യോം നഹീം. എന്തുകൊണ്ട് അപ്പോൾ ആ പ്രാവുകൾ ഓടിയില്ല? എന്തുകൊണ്ടാണ് ആ പ്രാവുകളെ, ഈ ശിക്കാരിയായിട്ടുള്ള പക്ഷി ഒരു പ്രാവിനെ കൊല്ലുന്നത് കണ്ടാൽ മറ്റ് പ്രാവുകൾ സ്വാഭാവികമായിട്ടും ഓടി രക്ഷപ്പെടേണ്ടതാണല്ലോ. ഒരാളെ കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നാം അത് ഊഹിച്ചുകൊണ്ട് നമുക്കും മരണം സംഭവിക്കുമോ എന്ന് ഊഹിച്ച് നമ്മൾ പോകേണ്ടതാണ്. എങ്കിൽ
ഈ ശിക്കാരിയായ പക്ഷി പല പ്രാവുകളെയും കൊന്നിടുന്നത് കണ്ടിട്ടും മറ്റു പ്രാവുകളെ എന്തുകൊണ്ടാണ് ഓടിപ്പോകാതെ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ഈ ധാന്യമണികൾ കൊത്തി തിന്നുന്നത് എന്ന് ഒരു സംശയം. ഒന്നുകൂടെ നോക്കുക. പാരഗ്രാഫ് 56-ാമത്തെ പേജിൽ തുടങ്ങിയിട്ട് 57-ലാണ് അവസാനിക്കുന്നത് ആ പാരഗ്രാഫ്. അപ്പോൾ അതൊന്നുകൂടി നോക്കുക. അഗലേ ദിൻ മന്ത്രി ഉൻകോ ദൂസരി ദിശാമേ ലേ ഗയ. അടുത്ത ദിവസം ആ മന്ത്രി രാജാവിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി. കിന്തു ദൂസരി ദിശാമേ ഭി വഹി ദൃശ്യത. എന്നാൽ ആ പ്രദേശത്തും ഇതേ കാഴ്ച തന്നെയായിരുന്നു. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാഴ്ച. ഇതേ കാഴ്ച തന്നെയാണ് രാജാവ് കണ്ടത്. എന്താണ് കണ്ടത്? ദാന ബിഖര പടാധ, ധാന്യമണികൾ ചിതറിയിട്ടിട്ടുണ്ട്. കബൂത്തർ ദാന ചുഗ്രഹേദേ, ഒരു വശത്ത് പ്രാവുകള് ധാന്യമണികൾ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. കുച്ച് കബൂത്തർ മരേ പഠേതേ, കുറച്ച് പ്രാവുകള് മരിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട്. രാജാനെ മന്ത്രി സേ പൂച്ചാത്തോ ഉസ്നെ ഫിർ വഹി ഉത്തർ ദിയ. രാജാവ് മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മന്ത്രി ഉത്തരം പറയുകയും ചെയ്തു. ശിക്കാരി പക്ഷിയോംനെ ഇനെ ഭി മാർ ഡാലാ ഹേ. ശിക്കാരിയായിട്ടുള്ള പക്ഷി ഈ പ്രാവുകളെയും കൊന്നു തിന്നു അല്ലേ? കാരണം ഇന്നലെ കണ്ടത് മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ പ്രാവുകൾ മരിച്ചു കിടക്കുന്നുണ്ട്. ഇവിടെയും മറ്റു പ്രാവുകൾ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൊന്നത് ശിക്കാരിയായിട്ടുള്ള പക്ഷിയാകുമല്ലേ? തോ കബൂത്തർ ഭാഗ്തേ ക്യോ നഹീം. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ടും ഈ പ്രാവുകള് കൊല്ലുന്നുണ്ട്. ശിക്കാരിയായിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പ്രാവ് കൊല്ലുന്നുണ്ട്. എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഇവ ഓടാത്തത് എന്നൊരു സംശയം ചോദിക്കുകയാണ്. ഇനി അടുത്ത പാരഗ്രാഫ് അതിനുള്ള ഉത്തരാണ്. നമുക്ക് നോക്കാം. നോക്കുക. വേ ഇസ്ലിയെ നഹി ഭാഗ്തേ ഹേ. അവർ ഇതുകൊണ്ടാണ്, ഇസ്ലിയെ ഇതുകൊണ്ട്, നഹി ഭാഗ്തേ ഹേ ഓടുന്നില്ല. ക്യോംകി എന്തുകൊണ്ടെന്നാൽ, വേ സബ് ആലസി ഹോ ഗയേ ഹേ, അവരെല്ലാം മടിയന്മാരായി തീർന്നു പോയവരാണ്. മടിയന്മാരായിട്ടുള്ള പ്രാവുകളാണ്. അതുകൊണ്ടാണ് അവർ ഓടാത്തത്. വേറെ എന്തൊക്കെയുണ്ട്? ഉനേം മുഫ്തുമേം ദാന ജോ മിൽനെ ലഗാ ഹേ. അവർക്ക് ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട്, ഒരു അധ്വാനവും കൂടാതെ തന്നെ ഇഷ്ടം പോലെ ധാന്യമണികൾ അവരുടെ വയറ് നിറച്ച് കിട്ടാനുണ്ട്. ഭക്ഷണം അവർക്ക് കിട്ടാനുണ്ട്. വേ ദാന ഖാനെ ആത്തേ ഹേ. അവർ ഈ ഭക്ഷണം കഴിക്കാനായിട്ടാണ്, ധാന്യങ്ങൾ കഴിക്കാനായിട്ടാണ് അവർ വരുന്നു. और शिकारी പക്ഷി ഉനേം ആസാനി സേ മാർ ഡാൽത്തേ ഹേ. ആ ശിക്കാരിയായിട്ടുള്ള പക്ഷി, വേട്ടക്കാരനായിട്ടുള്ള പക്ഷിയാണെങ്കിലോ വളരെ ഈസി ആയിട്ട്, എളുപ്പത്തിൽ, ആസാനി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ഇവരെ എല്ലാം തന്നെ പിടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. കാരണം ഇവർക്ക് പറന്നു പോകാനും മറ്റൊരു സ്ഥലത്തേക്ക് ധാന്യത്തെ അന്വേഷിച്ചു പോകാനും എല്ലാം മടിയാണ്. ഇവിടെ വെറുതെ എന്നും ധാന്യമണികൾ കിട്ടുന്നത് കൊണ്ട് അതങ്ങനെ ഭക്ഷിച്ച് ജീവിക്കാമെന്നാണ് അവരുടെ വിചാരം. മന്ത്രിനെ രാജാക്കോ സംഛായ. ഈ ഒരു കഥയിലൂടെ മന്ത്രി രാജാവിനെ മനസ്സിലാക്കിച്ചു. എന്ത് മനസ്സിലാക്കിച്ചു? രാജാക്കി ആംഖേം ഖുൽ ഗയി. ഇത് കണ്ടപ്പോൾ, ഇതെല്ലാം കേട്ടപ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ്. ആംക്ക് കണ്ണ്, ഖുൽ ഗയി എന്ന് പറഞ്ഞാൽ തുറന്നു. ഈ കഥകളിലെ തത്വം എന്താണെന്ന് മന്ത്രി പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ തുറന്നു. അത് പറഞ്ഞാൽ രാജാവിന് തൻ്റെ രാജ്യത്തെ ആളുകളുടെ അവസ്ഥയും ഇതുതന്നെയാണല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അത് മനസ്സിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഒരു തവണ കൂടി വായിക്കാം. വേ ഇസ്ലിയെ നഹീം ഭാഗ്തേ ഹേ ക്യോംകി. അവർ ഇതുകൊണ്ട് ഒരിക്കലും ഓടിപ്പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ
വേ സബ് ആലസി ഹോ ഗയേ ഹേ, അവരെല്ലാവരും തന്നെ മടിയന്മാരായി തീർന്നിരിക്കുന്നു. ഉനേ മുഫ്തുമേം ദാന ജോ മിൽനെ ലഗാ ഹേ, അവർക്ക് എല്ലാ ധാന്യങ്ങളും വിത്തുകളും ഒക്കെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തന്നെ സൗജന്യമായിട്ട് ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കുന്നു. വേ ദാന ഖാനെ ആത്തെ ഹേ, അതുകൊണ്ട് അവരവിടെ ആ ധാന്യങ്ങൾ കഴിക്കാനായിട്ട് വരുന്നു. അവർ ശിക്കാരി പക്ഷിയൂനെ ആസാനീസെ മാർ ഡാൽത്തെ ഹേ, ശിക്കാരിയായിട്ടുള്ള പക്ഷിയാണെങ്കിലോ അവരെ വളരെ എളുപ്പത്തിൽ തന്നെ കൊല്ലുകയും ചെയ്യുന്നു. മന്ത്രിനെ രാജാക്കോ സംശയ, മന്ത്രി രാജാവിനോട് മനസ്സിലാക്കിപ്പിച്ചു. രാജാക്കി ആംഖേം ഖൂൽ ഗയി, അത് കേട്ടപ്പോൾ രാജാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. രാജാവിൻ്റെ കണ്ണുകൾ തുറന്നു, കാര്യം മനസ്സിലായി എന്നർത്ഥം. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഷാം കോ ഉനോനെ മന്ത്രി കോ ബുൽവായ. ഷാം കോ, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, വൈകുന്നേര സമയത്ത്, ഉനോനെ അവർ, മന്ത്രി കോ ബുൽവായ മന്ത്രിയെ വിളിപ്പിച്ചു. മന്ത്രി കോ ബുൽവായ, മന്ത്രിയെ വിളിപ്പിച്ചു. കഹ, എന്നിട്ട് പറഞ്ഞു. എന്താണ്? നഗർ കെ സാരെ മുഫ്ത് ഭോജനാലയ് ബന്ദ് കർവാദോ, എന്നിട്ട് മന്ത്രിയോട് എന്ത് കൽപ്പിച്ചു? നഗരത്തിലെ, നഗർ കെ സാരേ മുഫ്ത് ഭോജനാലയ്, എല്ലാ സൗജന്യ ഭക്ഷണശാലയും ബന്ദ് കർവാദോ, അടച്ചിടൂ, ബന്ധിപ്പിക്കൂ, അതായത് അടച്ചിടൂ എന്നർത്ഥം. മന്ത്രിയോട് ആദ്യത്തെ ആജ്ഞാപനം വന്നു, നഗരത്തിലെ സൗജന്യ ഭക്ഷണശാലകളെല്ലാം അടച്ചുപൂട്ടു. ജോ മേഹിനത്ത് കരേ വേഹി ഖായേ, ആരാണോ അധ്വാനിക്കുന്നത്, മെഹിനത്ത് അധ്വാനം, ആരാണോ അധ്വാനിക്കുന്നത് അവർക്ക് ഭക്ഷണമുണ്ട്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറയുകയാണ്. അധ്വാനിക്കുന്നവന് ഭക്ഷണമുണ്ട് എന്നർത്ഥം. ലോഗ് നിക്കമ്മേ ഹോത്തെ ജാ രഹേ ഹേ, ജനങ്ങൾ എന്ത് ചെയ്തു? നിക്കമ്മേ ഹോത്തെ ജാ രഹേ ഹേ, അവരാകെ ഞെട്ടിത്തരിച്ചു പോയി. അവര് ഞെട്ടിത്തരിച്ച് അവിടെ നിന്നു, അസ്തപ്രജ്ഞരായി, അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് അവിടെ നിന്നുപോയി. അവർ ഹാം ഏക് ബാത് ആവ് മേം अब शत्रु के सोना मांगने पर सोना नहीं दूंगा, സിർഫ് ലഡൂങ്ക. മാത്രമല്ല ഇതുകൂടി തീരുമാനിച്ചു. എന്താണ്? ഇനി എൻ്റെ അടുത്ത് ശത്രുക്കൾ വരികയാണെങ്കിൽ, ശത്രുക്കെ സോന മാംഗനെ പർ സോന നഹി ദൂങ്ക, ഇനി ശത്രുക്കൾ എന്നോട് സ്വർണമോ സമ്പത്തുക്കളോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കൊടുക്കുകയില്ല. നഹി ദൂങ്ക, ഞാൻ കൊടുക്കില്ല. എന്തു ചെയ്യും? സിർഫ് ലഡൂങ്ക, യുദ്ധം ചെയ്യും എന്നാണ്. ഞാൻ ഇനി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിലൂടെ മാത്രമാണ് അവർക്ക് സ്വർണങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ഇനി എൻ്റെ അയൽ നാട്ടുകാരാര് വന്നാലും തന്നെ ഞാൻ ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് പിന്നെ എന്താ പറയുക, അവിടുത്തെ അവിടുത്തെ രാജാവ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരെ വെറുതെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി തുടങ്ങി, മടിയന്മാരിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമം തുടങ്ങി. ജാവോ സോനാക്കോ മസ്ബൂത്ത് ബനാവോ, എന്താ പറഞ്ഞത്? പോകൂ, ജാവോ, പോകൂ, എന്ത് ചെയ്യണം? സോന അല്ല, സേനാക്കോ മസ്ബൂത്ത് ബനാവോ, സേനയെ നല്ല ആരോഗ്യമുള്ളവരാക്കി തീർത്തുകൂ. അതായത് യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന യുദ്ധോത്സുകരായിട്ടുള്ള ആളുകളായിട്ട് തങ്ങളുടെ ആളുകളെ മാറ്റൂ. നിങ്ങളുടെ മടിയെല്ലാം കളഞ്ഞ് നിങ്ങൾ ഈ കഞ്ചൻഗഡിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കോളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് നിർദ്ദേശം. നല്ല ആരോഗ്യമുള്ളവരായി മാറൂ, ചെല്ലൂ എന്നാണ് പറഞ്ഞത്. ഒരു തവണയും കൂടെ ആ പാരഗ്രാഫ് വായിക്കാം. ശാം കോ ഉനോനെ മന്ത്രി കോ ബുൽവായ, വൈകുന്നേരം അദ്ദേഹം മന്ത്രിയെ വിളിപ്പിച്ചു. കഹ, എന്നിട്ട് പറഞ്ഞു. നഗർ കെ സാരെ മുഫ്ത് ഭോജനാലയ് ബന്ദ് കർവാദോ, നഗരത്തിലെ എല്ലാ മുഫ്ത് ഭോജനശാലകൾ, ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ശാലകളെല്ലാം തന്നെ അടച്ചിട്ടോളൂ. ജോ മെഹനത്ത് കരേ വേഹി ഖായേ, ആരാണോ അധ്വാനിക്കാൻ തയ്യാറുള്ളത് അവർക്ക് ഭക്ഷണം നൽകാം. നിഗമ്മേ ഹോത്തേ ജാരഹേ,
ലോക നിഗമ്മേ ഹോത്തേ ജാ രഹേ. ജനങ്ങളെല്ലാം തന്നെ ആകെ ഞെട്ടിത്തരിച്ചുപോയി. ഔർ ഹാം ഏക് ബാത്ത് ഔർ, മാത്രമല്ല കേട്ടോളൂ, ഒരു കാര്യം കൂടിയുണ്ട്. ഏക് ബാത്ത് ഔർ, ഒരു കാര്യം കൂടിയുണ്ട്. മേം അബ് ശത്രു കെ സോന മാംഗനെ പർ സോന നഹി ദൂങ്ക. ഇനി ഒരു കാര്യം കൂടെ കേട്ടോളൂ. ഇനി എപ്പോഴാണോ എൻ്റെ ശത്രുക്കൾ വന്നിട്ട് എന്നോട് സ്വർണം ചോദിക്കുന്നത് എങ്കിൽ അവർക്ക് ഞാൻ സ്വർണം കൊടുക്കുകയില്ല. സിർഫ് ലഡൂങ്ക, അവരുമായിട്ട് യുദ്ധം ചെയ്യാനാണ് എൻ്റെ പരിപാടി. അവരുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ച് സ്വർണം കൊടുക്കാതിരിക്കാനാണ് എൻ്റെ പരിപാടി. ജാവോ, പോകൂ. സേനാക്കോ മസ്ബൂത്ത് ബനാവോ, സേനയെ ആരോഗ്യമുള്ളവരാക്കൂ, കരുത്തുറ്റവരാക്കൂ എന്ന് പറയുകയാണ് രാജാവ്. എന്ന ഓർഡർ ചെയ്തു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. 2 ചെറിയ പാരഗ്രാഫും കൂടെയാണ് ഉള്ളത്. മന്ത്രി രാജാ കി ബാത് സുൻകർ ബഹുത് ഖുഷ് ഹുവ. മന്ത്രി രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായി മന്ത്രിക്ക്. കാരണം ജനങ്ങളുടെ മടി ഇല്ലാതാവുമല്ലോ, അപ്പോൾ രാജ്യം നന്നാവും. അപ്പം അതുകൊണ്ട് മന്ത്രിക്ക് രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നിട്ട് ബോല പറഞ്ഞു, മഹാരാജ് മേം തോ ബഹുത് ദിനോം സേ യഹി ബാത് കഹന ചാഹ്താ ഥാ. മഹാരാജാവേ, ഞാൻ അങ്ങയോട് കുറേ ദിവസമായിട്ട്, ബഹുത്ത് ദിനോംസേ, കുറേ ദിവസമായിട്ട് ഈ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യഹി ബാത്ത് കഹന ചാഹ്താ ഥാ, ഈ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ ആപ്കെ ക്രോധ് കെ ഡർ സേ ചുപ് രഹാ ഥാ. പക്ഷേ അങ്ങയ്ക്ക് ക്രോധം വരുമോ, ദേഷ്യം വരുമോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എന്ന് ആലോചിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങയുടെ ക്രോധം ആലോചിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജനങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കണം, അവരുടെ മടി ഇല്ലാതാക്കണം എന്നൊക്കെ എനിക്ക് ഒരുപാട് കാലമായിട്ട് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് മന്ത്രി പറയുകയാണ്. അപ്പം മന്ത്രിക്ക് വളരെയധികം സന്തോഷമായി. മന്ത്രി രാജാക്കി ബാത്ത് സുൻകർ, മന്ത്രി രാജാവിൻ്റെ ഈ സംസാരം കേട്ടിട്ട് ബഹുത്ത് ഖുഷ് ഹുവ, വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ബോല പറഞ്ഞു, മഹാരാജ് മേം തോ ബഹുത്ത് ദിനോം സേ, മഹാരാജാവേ, ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് യഹി ബാത്ത് കഹന ചാഹ്താ ഥാ, ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ, എന്നാൽ ആപ്കെ ക്രോധ് കെ ഡർ സേ, അങ്ങയുടെ ക്രോധം കൊണ്ടുള്ള, ക്രോധത്തെ ഭയന്നുകൊണ്ട് ചുപ് രഹ, മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ഇനി അടുത്തത്, യേ സുൻകർ രാജ ഹസ് പടേ. ഇത് കേട്ടപ്പോൾ രാജാവിന് എന്ത് തോന്നി? ചിരി വന്നു. ഹസ് പടേ, ചിരിച്ചു. അതായത് തൻ്റെ പേടി ഓർത്ത് മന്ത്രി മിണ്ടാതിരുന്ന ആ ചമ്മലാലോചിച്ച് രാജാവ് ചിരിച്ചു. ബോലേ, എന്നിട്ട് പറഞ്ഞു, തുമേ മാൻ ഗയ, നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു. തും ബിനാ കഹേ ഭി, നീ എന്നോട് പറയാതെ തന്നെ അപ്നി ബാത്ത് ഖൂബ് കഹന ജാൻതേ ഹോ, എൻ്റെ കാര്യം അവതരിപ്പിച്ചുവല്ലോ. അതായത് നീ എന്നോട് വെട്ടിത്തുറന്ന് പറയാതെ തന്നെ നീ എനിക്ക് ഉദാഹരണങ്ങളിലൂടെ അല്ലെങ്കിൽ കാഴ്ചകളിലൂടെ എൻ്റെ മനസ്സിനെ മാറ്റി എന്നിൽ നിന്നത് പറയിപ്പിച്ചുവല്ലോ, എന്നിൽ നിന്നത് കേട്ടില്ലേ, നീ ആലോചിച്ച കാര്യം നീ പറയാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാജാവ് ചിരിച്ചു. വളരെയധികം സന്തോഷവാനായി. യേ സുൻകർ രാജ ഹസ് പടേ, ഇത് കേട്ടപ്പോൾ രാജാവ് ചിരിച്ചു. എന്നിട്ട് ബോലെ പറഞ്ഞു, തുമേ മാൻ ഗയ, നിന്നിൽ ഞാൻ അഭിമാനിക്കുന്നു. തും ബിനാ കഹേ ഭി, എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അപ്നി ബാത്ത് ഖൂബ് കഹന ജാൻതേ ഹോ, ഞാൻ അത് പറഞ്ഞില്ലേ, നീ എന്നോട് ഇങ്ങോട്ട് പറയാതെ തന്നെ നീ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് രാജാവ് ചിരിക്കുകയും ചെയ്യുന്നു. ഒരു തവണ കൂടി വായിക്കാൻ നോക്കോളൂ. മന്ത്രി രാജാ കി ബാത് സുൻകർ ബഹുത് ഖുഷ് ഹുവ. ബോല, മഹാരാജ് മേം തോ ബഹുത് ദിനോം സേ ഹി യഹി ബാത് कहना चाहता था, लेकिन आपके क्रोध के डर से चुप रहा. यह सुनकर राजा हंस पड़े. बोले,
तुम्हें मान गया तुम बिना कहे भी अपनी बात खूब कहना जाते हो. അപ്പോൾ ഇത്രയും ആണ് അതുള്ളത്. രാമജന്മ ശർമ്മ എന്ന ഒരാളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഒരു കാര്യം പറയാതെ പറയുക, ഒരാളോട് കാണിച്ചുകൊണ്ട്, ഉപമ കാണിച്ചു കൊടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുക. ഇതാണ് മന്ത്രി ചെയ്ത നല്ലൊരു കാര്യം. മന്ത്രി അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റി രാജ്യത്തിലെ ജനങ്ങളെ, അവർ മടിയന്മാരായി തീരുക എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ കഷ്ടപ്പാടാണ് ഉണ്ടാവുക, ദോഷമാണ് ഉണ്ടാവുക. അത് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് മറികടക്കാൻ രാജാവിനെ ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യം രാജാവിനെ കൊണ്ട് പറയാതെ പറയിപ്പിച്ചു. ഇതാണ് ഈ കഥയുടെ പേരും ഈ കഥയും തമ്മിലുള്ള ആ ബന്ധം. അപ്പോൾ ഇതാണ് ഇതോടുകൂടി